ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഓഡിയൻസിൽ കുറേ പേര് ടീനേജേഴ്സാണ്. അതുപോലെ തന്നെ കുറേ പേർക്ക് വെക്കേഷനാണ്. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചു, എന്ത് ചെയ്യണമെന്നറിയില്ല, വെറുതെ ഫോൺ നോക്കി കളിക്കുവാണ്. എങ്ങനെയാണ് ഈ ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ആക്ച്വലി ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളത് എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ്. എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം, പുള്ളിക്കാരി വെയിറ്റിംഗ് ആണെന്നുള്ളത്. സോ എന്നാലും ഈ വീഡിയോ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല വർക്ക് വരുന്നുണ്ട്, ഞാൻ നല്ല ടയേർഡുമാണ്. ബട്ട് എനിക്ക് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് നാളെയോ മറ്റന്നാൾ അപ്ലോഡ് ചെയ്യണം. ബിക്കോസ് ഇന്ന് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. സോ മറ്റന്നാൾ മതിയില്ലേ. നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ഈ വെക്കേഷന് യൂസ് ചെയ്യാൻ പറ്റും. പൈസ ഏൺ ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, പിന്നെ പുതിയ ഹോബീസ്, പിന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ കുറച്ച് സെൽഫ് അവെയർനെസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാം. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യാം. സോ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് നോക്കാം. നമ്മൾ ഈ ക്രിയേറ്റിവിറ്റി ആ ഒരു സൈഡിലേക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് പഠിക്കാം, പിന്നെ ക്രോഷറ്റ്, ഡ്രോയിങ്, പെയിൻറ്റിങ്, എംബ്രോയിഡറി, പിന്നെ എഡിറ്റിങ്, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, ബേർഡ് വാച്ചിങ്. ആ ക്രിയേറ്റീവ് സൈഡിലേക്ക് അല്ല കുറച്ചുകൂടി നമുക്കൊന്ന് കാമാക്കാനായിട്ട് അങ്ങനെയുള്ള വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ റൈറ്റിംഗ്, മ്യൂസിക്, പിന്നെ ക്രാഫ്റ്റിംഗ് ആൻഡ് DIY ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നിങ്ങൾക്ക് ആനിമേഷൻ ചെയ്യാം, ഫിലിം മേക്കിംഗ് എന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിമൊക്കെ നിങ്ങൾക്ക് വേണം ട്രൈ ചെയ്ത് നോക്കാം. ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ആക്ച്വലി ഇത് ഭയങ്കര ഷോർട്ട് വീഡിയോ ആയിരിക്കും, ബിക്കോസ് എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പറഞ്ഞു തരണ്ടേ എന്നുള്ളത്. ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇത് വായിച്ചു പോവാണ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ പഠിക്കാനായിട്ട് ഓൺലൈനിൽ തന്നെ ഒരുപാട് നിങ്ങൾക്ക് കോഴ്സായിട്ട് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതൊക്കെ നിങ്ങൾ ചെയ്ത് വെച്ചു. എന്നാൽ ഇത് കാണാൻ ആരുമില്ലെങ്കിൽ ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. നിങ്ങൾക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മീൻസ് ഒരേ ടൈം നിങ്ങളെ സ്കില്ല് നിങ്ങൾക്ക് അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഏർണിങ്സും ഉണ്ടാക്കാം. ഡെസിൻ ആർട്ട് അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് നമുക്ക് ഫ്യൂച്ചർ അല്ലെങ്കിൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കിൽസാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഫസ്റ്റ് വൺ കോഡിങ് ആൻഡ് പ്രോഗ്രാമിങ്, അതായത് പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യം. ഇത് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കോ കേട്ടോ, അതാണ് നോക്കി വായിക്കണേ. എനിക്ക് ഇതില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് എനിക്ക് ഇതൊക്കെ ഫസ്റ്റ് വീഡിയോ അല്ലേ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. സോ എനിക്കെന്നെ വലിയ ഐഡിയ ഇല്ല. സോ ഞാൻ അത്യാവശ്യം നോക്കിയിട്ടൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡാറ്റ സ്കിൽസ് ആയിട്ടുള്ള എക്സൽ, ഗൂഗിൾ ഷീറ്റ്സ്, ബേസിക് ഡാറ്റ വിഷ്വലൈസേഷൻ അങ്ങനത്തെ. പിന്നെ ഗൂഗിളിൻ്റെത് ഏതൊക്കെയോ കുറേ ഫ്രീ കോഴ്സസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. റോബോട്ടിക്സ്, AI, പിന്നെന്തായിരുന്നു, ഡാറ്റ അനലിറ്റിക്സ്, അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. സർട്ടിഫിക്കേഷൻ കോഴ്സാണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. ICയിലോ മറ്റോ ഞാൻ കേട്ടതാണ്. പിന്നെ സോഫ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള പബ്ലിക് സ്പീക്കിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിബേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ AI ആൻഡ് ടെക് സ്കിൽസിലേക്ക് വരികയാണെങ്കിൽ ChatGPT പ്രോംപ്റ്റ്സ്, പിന്നെ ക്യാൻവ, AI, ചാറ്റ് ബോട്ട്സ്, പിന്നെ ലാംഗ്വേജ് ലേണിംഗ്. നിങ്ങൾക്ക് കുറേ പേർക്ക് ഇവിടെ ഇംഗ്ലീഷ് കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറേ പേർക്കുണ്ട്, ബിക്കോസ് അല്ലാതെ ഇത്രയും ഇംഗ്ലീഷ് നമ്മളെ സ്പോക്കൺ ഇംഗ്ലീഷായിട്ട് വല്ലാതെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റ് കുറേ ഓൺലൈൻ കോഴ്സ് അത്രയൊന്നും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. സോ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഇനി ഫോറിൻ ലാംഗ്വേജ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ മദർ ടങ് തന്നെ നിങ്ങൾ ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ. എന്തായാലും ലാംഗ്വേജ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എസ്പെഷ്യലി ഇംഗ്ലീഷ്, ബിക്കോസ് ഗ്ലോബലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. സോ അതിനു വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ റിസർച്ച് ആൻഡ് അക്കാഡമിക് സ്കില്ലായിട്ടുള്ള റൈറ്റിംഗ് എസ്സേസ്, റിസർച്ച് പേപ്പേഴ്സ്, സയൻസ് പ്രോജക്ട്സ് അങ്ങനത്തേലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കരിയർ എക്സ്പ്ലോറേഷൻസ്, ഇതിൽ നിങ്ങൾ എത്ര പേര് ചൂസ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ബിക്കോസ് ഇൻറ്റേൺഷിപ്പ്, വോളണ്ടറിങ്, ഷാഡോയിങ് പ്രൊഫഷണൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഡിജിറ്റൽ ലിറ്ററസി ആയിട്ടുള്ള SEO ബേസിക്സ്, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെൻറ്റൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പൈസ സമ്പാദിക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ആക്കാം, പൈസ ഉണ്ടാക്കാം.
ഫസ്റ്റ് വൺ ഫ്രീലാൻസിങ്, അതായത് ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, റൈറ്റിംഗ്, ട്രാൻസ്ക്രിപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിലൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇ കൊമേഴ്സ്, നിങ്ങൾക്ക് ഈ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ് ആയാലും ഗിഫ്റ്റ്സ് ആയാലും അല്ലെങ്കിൽ നിങ്ങളെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും അങ്ങനെയൊക്കെ സെല് ചെയ്യാം. പിന്നെ ഷോപ്പിംഗ്, പിന്നെ കോണ്ടൻറ് ക്രിയേഷൻ, യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും എങ്ങനെയായാലും കോണ്ടൻറ് ക്രിയേഷൻ എന്നുള്ളത് ചെയ്ത് നോക്കി ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്ന് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ട്യൂട്ടറിങ് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ടായാലും ഓഫ്ലൈനായിട്ടായാലും പഠിപ്പിച്ചു കൊടുക്കാം. അത് നിങ്ങളെ ഏത് സബ്ജക്റ്റിലാണോ നല്ലതായിട്ടുള്ള ആ സബ്ജക്റ്റ് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ എല്ലാത്തിലും കൈവെക്കാൻ നിൽക്കണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ടീഷർട്ട്, മഗ്സ്, അതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രിൻ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കാം. പിന്നെ ബ്ലോഗിങ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് ഹസൽസ് നോക്കാം. പിന്നെ നിങ്ങൾ എന്തായാലും വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുവാണെങ്കിൽ എവിടെയെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും ഒരു ജോബ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെൻറ്റിൻ്റെ കാറ്റഗറിയിൽ വരുവാണെങ്കിൽ ഫസ്റ്റ് വൺ ജേർണലിംഗ് ആണ്. ജേർണലിങ്ങിൻ്റെ വീഡിയോ ഇല്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ടായിരിക്കും വിടുന്നുണ്ടാവുക. ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ബട്ട് ഇത് കഴിഞ്ഞിട്ടായിരിക്കും വിടുന്നുണ്ടാവുക. പിന്നെ മെഡിറ്റേഷൻ ചെയ്ത് നോക്കാം, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. പിന്നെ നിങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ റീഡിങ്, ഫിറ്റ്നസ്, ഹെൽത്ത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ സ്റ്റഡി ആൻഡ് പേഴ്സണൽ ലൈഫ് ബാലൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് മാസ്റ്റർ ചെയ്ത് നോക്കാം. പിന്നെ ദ ആർട്ട് ഓഫ് സെൽഫ് ലവ് ആൻഡ് ദ ആർട്ട് ഓഫ് സൈലൻസ്, ഈ രണ്ട് സ്കിൽസ് ഒന്ന് മാസ്റ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദ ആർട്ട് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ലൈഫ് സ്കിൽസ് ആയിട്ടുള്ള കുക്കിങ്, ബേസിക് ഫിനാൻസ്, ബഡ്ജറ്റിങ്, ഫസ്റ്റ് എയ്ഡ്, ഇങ്ങനത്തെ സ്കിൽസ് മാസ്റ്റർ ചെയ്യാം. ഹോബീസിൽ നിങ്ങൾക്ക് ഗെയിമിങ് അല്ലെങ്കിൽ ഗെയിം ഡിസൈന്, ഗാർഡനിങ്, കുക്കിങ്, ബേക്കിങ്, പെറ്റ് കെയർ, ട്രാവൽ ആൻഡ് എക്സ്പ്ലോറേഷൻ, പസിൽസ് ആൻഡ് ബ്രെയിൻ ട്രെയിനിങ്, മാജിക്, പെർഫോമൻസ് ആർട്സ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡാൻസ്, ക്രോഷറ്റ്, പിന്നെ റെസിൻ ആർട്ട്, എംബ്രോയിഡറി, പെയിൻറ്റിങ്, റൈറ്റിംഗ്, ഡ്രോയിങ്, അങ്ങനത്തെ ഒക്കെ ഇതിനകത്ത് വരും. പിന്നെ ക്രാഫ്റ്റിങ്, ഇതൊക്കെ ഇതിൽ വരും കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ട സ്കിൽസും കൂടി ഞാൻ പറഞ്ഞിട്ട് ഇത് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യണം. ഇതാർക്ക് അറിയാം ഇതൊരു പെർഫെക്റ്റ് വീഡിയോ അല്ല, ബിക്കോസ് ഇതെങ്ങനെ ചെയ്യേണ്ടത് നമുക്കൊരു ഐഡിയ പോലും ഇല്ല. അതാണ് പ്രശ്നം. നല്ല അഭിപ്രായത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നാമത് കുക്കിങ് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ഇതിന് ജെൻഡർ വൈസ് നിങ്ങൾ കാറ്റഗറൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ളൊരു സ്കില്ലാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ്. പിന്നെ ബേസിക് ഫസ്റ്റ് എയ്ഡ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹോബീസ് ഉണ്ടായിരിക്കണം, അതെന്തും ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ജേർണലിങ്, മെഡിറ്റേഷൻ, പിന്നെ വർക്കൗട്ട് ചെയ്യാം, പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇത്രയും സ്കിൽസ് നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും, ബട്ട് നിർബന്ധം ഞാൻ പറയില്ല. ഇത്രയും സ്കിൽ എന്തായാലും മാസ്റ്റർ ചെയ്യാൻ നോക്കുക. പിന്നെ ദ ആർട്ട് ഓഫ് സെൽഫ് ലവ്, അത് മാസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കൂടെ കുറച്ചൊക്കെ വരും, കംപ്ലീറ്റ്ലി വരുമെന്ന് ഞാൻ പറയില്ല, ബട്ട് എന്നാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. എന്തായാലും ദ ആർട്ട് ഓഫ് സെൽഫ് ലവ് ചെയ്യുക. പിന്നെ നിങ്ങൾ നല്ലതായിട്ട് ടേക്ക് കെയർ ചെയ്യാം. ഇനി എപ്പോഴാണ് മീൻസ് ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ, വെക്കേഷൻ കഴിഞ്ഞാൽ നല്ല ബിസി ആയിരിക്കും. സോ കിട്ടുന്ന ടൈം നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളെ മടി പിടിച്ച് ഫോൺ നോക്കിയിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഈ ടൈം എന്തായാലും തിരിച്ച് കിട്ടത്തില്ലടാ. സോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുക. ഫെയിലായാലും കുഴപ്പമില്ല, ട്രൈ ചെയ്യുക, അറ്റ്ലീസ്റ്റ് ട്രൈയിങ് ചെയ്യുക. എന്നിട്ട് ഒരിക്കൽ ഫെയിലായി ഞാൻ നിർത്തിയിട്ട് പോവല്ല, കുറേ തവണ ട്രൈ ചെയ്യുക, സക്സസ് ആവുന്നവരെ ട്രൈ ചെയ്യുക. ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിൽ കുറച്ച് തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, സോ ബൈ ബൈ, ലവ് യു. Thank you so much for watching.